എനിക്ക് പിറകിൽ കാണുന്ന ഈ റോഡാണ് കണിച്ചാർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഓടന്തോട് ചപ്പാത്ത് റോഡ്. സമീപ പ്രദേശങ്ങളിലെ റോഡുകളും പാലങ്ങളും എല്ലാം നല്ല രീതിയിൽ വികസിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. റോഡെല്ലാം ടാർ ചെയ്തു, പുതിയ പാലങ്ങൾ നിർമ്മിച്ചു. പക്ഷേ ഈ റോഡ് മാത്രം ഇതുപോലെ ഇങ്ങനെ തകർന്ന് കിടക്കുകയാണ്. ഇങ്ങനെ തകർന്ന് കിടക്കുന്നതിന്റെ പിന്നിൽ എന്താണ് കാരണമെന്ന് വ്യക്തമാക്കേണ്ടത് അധികൃതരാണ്. കാരണം ഇതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ പദ്ധതി നടപ്പിലായിട്ടില്ല, പ്രവർത്തനം തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നു, കുണ്ടും കുഴിയും നിറഞ്ഞിരിക്കുകയാണ്. വാഹനങ്ങൾ പോകാൻ വലിയ ബുദ്ധിമുട്ട്, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ആറളം ഫാമിൽ നിന്നും അതുപോലെ തന്നെ കീഴ്പള്ളി മേഖലയിൽ നിന്നും ഉൾപ്പെടെയെല്ലാം പേരാവൂർ മേഖലയിലേക്കും മണത്തണ മേഖലയിലേക്കും പോകാനും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രി, പേരാവൂർ താലൂക്ക് ആശുപത്രി ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർക്ക് ആശ്രയിക്കാനും ഏറ്റവും എളുപ്പം ഉള്ള ഒരു റോഡാണ് ഈ കടന്നു പോകുന്ന ആറളം ഫാമിൽ നിന്ന് കടന്നു പോകുന്ന ഈ ചപ്പാത്ത് റോഡ്. പക്ഷേ ഈ റോഡ് ഈ ചെറിയ ദൂരം ഒന്ന് കടന്നു കിട്ടണമെങ്കിൽ വലിയ സാഹസപ്പെട്ടു വേണം ഇതിലൂടെ കടന്നു പോകാൻ എന്നുള്ളതാണ് വസ്തുത. ഇത് എന്ന് പരിഹരിക്കുമെന്നുള്ളതാണ് നാട്ടുകാർ ഉയർത്തുന്ന ചോദ്യം. ആറളം ഫാം ഓഫീസിനു മുന്നിലെ പുതിയ പാലം കടന്നാൽ നേരെ ഇറങ്ങുന്നത് ഓടന്തോട് ചപ്പാത്ത് റോഡിലേക്കാണ്. കണിച്ചാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട റോഡ് മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് കുഴികളും പൊടിയും നിറഞ്ഞിരിക്കുന്നു. വാഹനങ്ങൾക്കും കാൽനടക്കാർക്കു പോലും കടന്നുപോകാൻ ദുഷ്കരമായിരിക്കുന്ന പാത. 2025-2026 വാർഷിക പദ്ധതിയിൽ 700 മീറ്റർ റോഡിന്റെ റീടാറിങ്ങിനും മറ്റുമായി പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയിരുന്നു. എന്നാൽ ടെൻഡർ ചെയ്യേണ്ട സമയത്ത് PWD കത്തയച്ചതായും അവർ അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. MLA സണ്ണി ജോസഫും ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു. പക്ഷേ പിന്നീടൊന്നും നടന്നില്ല. റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായെന്ന് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഈ നിലവിൽ ഈ റോഡ് ആകെ പൊട്ടി തകർന്നു കിടക്കുന്നു, യാത്രക്ക് ബുദ്ധിമുട്ട്. എന്താണ് ഇത് ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാരണം? നാട്ടുകാരെന്ന നിലയിൽ എന്താ പറയുക? ഇതിനു വേണ്ടിയിട്ട് ഏകദേശം 4 കോടിയിലധികം രൂപ ഇതിനകത്ത് പാസ്സായി കിടക്കുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടോ ഈ റോഡിൻ്റെ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. അതുപോലെ ചപ്പാത്ത് ജംഗ്ഷൻ മുതൽ ഈ പാലം വരെയുള്ള റോഡ് വളരെ ദയനീയമായ സ്ഥിതിയിലാണെന്ന് പറയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും കാണാം ഇത്. എന്തുകൊണ്ടോ ഈ കണിച്ചാർ പഞ്ചായത്തിൽ ഇത്രയും ശോചനീയമായ അവസ്ഥയിൽ ഒരു റോഡുണ്ടെന്ന് തോന്നുന്നില്ല. അധികാരികൾ ഇതിലേക്ക് ശ്രദ്ധ ചെലുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഈ പഞ്ചായത്ത് നേരത്തെ ഇതിൻ്റെ പദ്ധതി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. പക്ഷേ അതിനുശേഷം PWD ഇത് ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. അതിലൊരു ചെറിയ അനിശ്ചിതത്വം ഉണ്ടായി. എന്താണ് അതേക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്തു തന്നെയായാലും നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത് ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചിട്ടില്ല. ജനങ്ങൾ പൊടി കൊണ്ടും മറ്റ് എന്താ പറയുന്നത് അസ്വസ്ഥത കൊണ്ടും വണ്ടികളൊക്കെ പോകുമ്പോൾ വല്ലാതെ പൊടി വാർന്നൊരു സാഹചര്യം ഉള്ളത്. അപ്പം വളരെ ദയനീയ ഒരു സ്ഥിതിയിലാണ്. ജനങ്ങൾക്ക് ഭയങ്കര ദുസ്സഹമായ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഈ പാലം വന്നതോടുകൂടി ധാരാളം വാഹനങ്ങൾ, ഈ സ്വകാര്യ വാഹനങ്ങൾ ധാരാളം ഇതിൽ പോകുന്നുണ്ട്. പിന്നെ ഇത്രയും നല്ലൊരു റോഡും പാലമൊക്കെ വന്നിട്ട് പോലും നമുക്കിതിൽ ഈ ബസ് യാത്ര പൊതുവെ ആദിവാസികളൊക്കെ ഒത്തിരി താമസിക്കുന്നൊരു പ്രദേശമാണ്. ഇവിടെ ഇതുവരെ ഒരു വാഹനങ്ങളൊരു പൊതു ഗതാഗത സംവിധാനം തുടങ്ങിയിട്ടില്ല എന്നുള്ളത് വലിയൊരു ദയനീയ അവസ്ഥയാണ്. ഈ റോഡ് എന്തുകൊണ്ടായിരിക്കും വികസനം? നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റോഡുകളും ഏതാണ്ട് റെഡിയായി. അതായത് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ PWD ഇതിൻ്റെ ഒരു 500 മീറ്റർ അപ്പുറം വരെ ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിപ്പം പഞ്ചായത്തിൻ്റെ കയ്യിലാണുള്ളതെന്ന് തോന്നുന്നല്ലേ? ജോയിക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയാവുന്നല്ലേ? നിലവിൽ ഒരു 700 മീറ്ററോളം കണിച്ചാർ ഗ്രാമപഞ്ചായത്തിൻ്റെ ആസ്തിയിലാണുള്ളത്. അത് PWDക്ക് നിലവിൽ വിട്ടുകൊടുത്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയില്ല. പക്ഷേ അതായതുകൊണ്ട് തന്നെ പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഇത് PWDക്ക് വിട്ടുകൊടുത്തതാണ്. അതായത് കഴിഞ്ഞ ബജറ്റിൽ 5.5 കോടിയിലധികം രൂപ ബജറ്റിൽ പാസ്സാക്കി ഫണ്ട് അനുവദിച്ചതാണ്. പക്ഷേ അതിൻ്റെ തുടർ നടപടികളൊന്നും ഇതുവരെ നടന്നിട്ടില്ല. ടെൻഡറോ മറ്റു കാര്യങ്ങളോ ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ അത്രയും ഫണ്ട് അനുവദിച്ചത് കൊണ്ട് തന്നെ പഞ്ചായത്ത് അത് PWD റോഡാണെന്ന് പറയുകയും അവരതിന് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി ഫണ്ടുകളൊന്നും മാറ്റിവെച്ചിട്ടില്ലായിരുന്നു. ഇപ്പോൾ പുതിയ ഭരണസമിതി ഏറ്റെടുത്ത് കഴിഞ്ഞപ്പം അവർ അതിനു വേണ്ടിയിട്ട് നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് ആറളം ഫാമുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ആദിവാസികൾക്ക് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഏറ്റവും എളുപ്പമായ മാർഗ്ഗം ഇതാണ്. അതുപോലെ തന്നെ ഫയർ സ്റ്റേഷൻ, പേരാവൂർ ഫയർ സ്റ്റേഷനിൽ നിന്നും ആറളം ഫാമിലേക്ക് തീപിടുത്തമൊക്കെ ഉണ്ടായിട്ടുള്ള എത്തിച്ചേരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം ഇതാണ്. അപ്പോൾ ഈ റോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം മാഷ് സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വാഹനങ്ങൾ ഓരോ ദിവസവും ഇതിൽ കടന്നു പോകുന്നതാണ്. അപ്പം ഈ റോഡിൻ്റെ തുടർ നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഓക്കെ. അതുപോലെ ഈ പുതിയ പാലം വരുന്നതിന് മുമ്പ് ഒരു ജനകീയ പാലമായിരുന്നു. ഇവിടുത്തെയുള്ള ജനങ്ങളല്ലേ, ചപ്പാത്തുനിന്ന് ചെറിയൊരു വാഹനങ്ങൾ, ബസ്സും ഹെവി വണ്ടികളെല്ലാം പോയിക്കൊണ്ടിരുന്ന ഒരു പാലമായിരുന്നു. അപ്പോൾ അത് കുറച്ച് താഴ്ന്നായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പുതിയ പാലം വന്നത്.
പക്ഷേ ഈ പുതിയ പാലം വന്നിട്ടും നമുക്ക് എന്താ പറയുക ഇതിലേക്ക് ധാരാളം ഒരു ബസ്സിലെ വരാനുള്ള എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു ഇല്ല, നിലവിലെ വന്നിട്ടില്ല അല്ലേ? നടപടികളൊന്നും ആയിട്ടില്ല എന്ന് തോന്നുന്നു. മാത്രമല്ല ഈ മേഖലയിലെ ഏറ്റവും പഴയ ഒരു റോഡും കൂടിയാണ്. 10-70 വർഷത്തോളം ഇതിന് ചരിത്രമുണ്ട് ഇതിൻ്റെ പുറകിൽ. ഇതിൻ്റെ സമീപപ്രദേശത്തെ മറ്റ് റോഡുകളെല്ലാം വളരെ നല്ല രീതിയിൽ ആയിക്കഴിഞ്ഞു. ഇത് മാത്രമാണ് ഒരു ദയനീയ സ്ഥിതിയിലുള്ളത്. ജനങ്ങൾ ശരിക്കും നട്ടം തിരിയാണ് ഇതിൻ്റെ പുറകിൽ. ഏതാണ്ട് ഒരു 45 വർഷം മുമ്പ് ഇവിടെ ഒരു കമ്പിപ്പാലം ഉണ്ടായിരുന്നു അല്ലേ? അതെ, കമ്പിപ്പാലം ഉണ്ടായിരുന്നു. ഈ പേരാവൂർ മേഖലയിലുള്ളവർ ആർല ഫാമുമായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗമായിരുന്നു ഈ റോഡ്. പക്ഷെ എന്താണെന്നറിയില്ല നിലവിൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കാൽനട പോലും ദുസ്സഹമായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എത്രയും വേഗം അധികാരികൾ എന്തെങ്കിലുമൊക്കെ ഒരു നടപടി സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ നാട്ടിലെ ജനങ്ങളുള്ളത്. കീഴ്പള്ളി ആറളം മേഖലയിൽ നിന്ന് മണത്തണ വഴി പേരാവൂർ മേഖലയിലെത്താൻ എളുപ്പമുള്ള പ്രധാന റോഡാണിത്. സമീപത്ത് മികച്ച പാലം വന്നു. പക്ഷേ ഈ റോഡ് മാത്രം ഇങ്ങനെ കിടക്കുന്നത് എപ്പോൾ പരിഹരിക്കുമെന്ന ചോദ്യം ഉയർത്തുകയാണ് നാട്ടുകാർ. ആറളം ഫാം മേഖലയിൽ നിന്നുൾപ്പെടെ പേരാവൂർ മേഖലയിലേക്കടക്കം കേളകം മേഖലയിലേക്കടക്കം എത്താൻ ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗങ്ങൾക്ക്, അതുപോലെ തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നെത്തുന്ന യാത്രക്കാർക്ക് ആശ്രയിക്കാവുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ്, ആ റോഡിൻ്റെ വികസനം അടിയന്തരമായി പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരെല്ലാം ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. ആറളം ആ ഫാമിൻ്റെ ഭാഗമായിട്ടുള്ള ഓഫീസിൻ്റെ ഭാഗമായിട്ടുള്ള റോഡാണ്. അതുപോലെ തന്നെ ഈ മേഖലയിലെ പ്രധാനപ്പെട്ടൊരു റോഡാണ്. ഈ റോഡിൻ്റെ നിർമ്മാണവും നവീകരണവും ഉടൻ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഫ്ലദിനോടൊപ്പം ഷിജിത്ത്, ഏജനറ്റ് ന്യൂസ്.